കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരു പടിയുണ്ട്. ആ പടിയുടെ അവിടെ വന്ന് ഞാൻ ഇരുന്നു. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് വളരെ തേജസ്സുള്ള ഒരു വയസ്സായിട്ടൊരാൾ, അദ്ദേഹത്തിനൊരു 10-85 വയസ്സും 70 പോരാ, 10-85 വയസ്സ് അദ്ദേഹത്തിന്റെ കാഴ്ച തന്നെ ഉണ്ട്. കുറച്ച് മുതുക് വളഞ്ഞിട്ടുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, തേജോമയനായിട്ടൊരാൾ. അദ്ദേഹം എൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് വിഷ്ണു സഹസ്രനാമം വായിക്കും. അപ്പൊ അദ്ദേഹം ചെല്ലുന്നുണ്ട്, ഒരു ഈണത്തിൽ അദ്ദേഹം ചെല്ലുന്നുണ്ട്. ഞാനത് കേട്ടതുകൊണ്ട് ആദ്യം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടിരുന്നു. അപ്പൊ അവസാനം സർവപ്രഹരണായുധ ചെല്ലി അവസാനിപ്പിച്ചു. അത് ചെല്ലി കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, കുട്ടി അമ്പലത്തിലെ ആരെങ്കിലും ആണോ, ക്ഷേത്രത്തിലെ സ്റ്റാഫാണോ? അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റാഫല്ല. അവർ കഴവാണോ, വാരന്മാരാരെങ്കിലും ആണോ? ഞാൻ പറഞ്ഞു അല്ല, ഞാൻ വാരല്ല. എനിക്ക് കുട്ടി എവിടെയൊക്കെയോ കണ്ടൊരു പരിചയം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ അല്ലേ, അപ്പൊ അങ്കിൾ എവിടെ നിന്നാണ് ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ബോംബെ നിന്നാണ്, മുംബൈ നിന്നാണ്. പ്രദക്ഷിണം വെച്ചിട്ട് വന്നാലോ ചോദിച്ചു. കൂടെ നടക്കൊണ്ട് വിരോധമുണ്ടോ ചോദിച്ചില്ല പറഞ്ഞു. അപ്പൊ അദ്ദേഹം അങ്ങനെ ചുറ്റി. പിന്നെ അദ്ദേഹം സംസാരിച്ചില്ല. അദ്ദേഹം ഒരു ചോട് മുന്നിൽ നടന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം പ്രദക്ഷിണം വെച്ചു. എനിക്ക് അതൊരു ഭാഗ്യം കിട്ടി. കൊടിമരത്തിന്റെ അവിടെ തിരക്കുണ്ട്. അദ്ദേഹം ഒരു ധൃതിയും കാണിക്കാണ്ട് അവിടെ ഒന്നിങ്ങനെ തൊഴുത് ഏറ്റവും പുറകുവശത്തുള്ള ഗ്രില്ലിന്റെ അതിൽ കൂടെ അങ്ങനെ കടന്നു വീണ്ടും കൊടിമരത്തിന്റെ അവിടേക്ക്, അല്ല കൂത്തമ്പലത്തിന്റെ അവിടേക്ക് വന്നിട്ട് വീണ്ടും പഴയ സ്ഥലത്ത് അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് ആരും ഇരിക്കില്ല, അവിടെ തന്നെ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം എന്നോടൊരു കഥ പറയാം. അദ്ദേഹത്തിന് 10-22 വയസ്സുള്ള കാലത്ത് അദ്ദേഹത്തിന് ജോലി കിട്ടി. അദ്ദേഹം ബോംബെയിലേക്ക് പോയത്. മധ്യ കേരളത്തിലെ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട്. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതത്തിന്റെ സകലവിധ ഊർജത്തോടുകൂടി അദ്ദേഹം നടക്കുന്ന ഒരു കാലം. ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഭയങ്കര ഭക്തനൊന്നുമല്ല, എന്നാലും ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള ഒരു പ്രശ്നം, വയറുവേദനയൊക്കെ ആയിട്ട് വരികയാണ്. അപ്പൊ അന്നത്തെ അവിടുത്തെ ഏതൊരു ഹോസ്പിറ്റലിൽ, നാനാവതി അങ്ങനെ ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ കാലത്ത് ക്യാൻസർ കേട്ടുകേൾവി, ഒരു കേൾക്കാത്ത അസുഖമാണ്. അങ്ങനെ അത്ര പേർക്കൊന്നും ക്യാൻസർ എന്നൊരു സംഭവമില്ല. ഇദ്ദേഹം ഭയങ്കരമായി ഭയന്നു പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ എന്താ പറയാ, കൂടുതൽ അന്നത്തെ സ്പെഷ്യലിസ്റ്റുകൾ ഇരിക്കുന്നത് ടാറ്റക്കാരുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവിടെ പോയത്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് വളരെ മൂർച്ഛിച്ചിരിക്കുകയാണ്, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു 2-3 മാസം അല്ലെങ്കിൽ മാക്സിമം 4 മാസത്തിൽ കൂടുതൽ ആയുസില്ല എന്ന് മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മനസ്സ് തകർന്നു. അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഇദ്ദേഹം അഡ്മിറ്റ് ആയില്ല. ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാതെ. അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലൊരു ഉൾവിളി തോന്നി, ഗുരുവായൂർക്ക് പോവാം. അവിടെ ചെന്നിട്ട് ഭഗവാനെ തൊഴുതിട്ട് ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്തിട്ട് ആത്മഹത്യ ചെയ്യാം. അപ്പൊ ആ കാലത്തൊന്നും അത്രയധികം ലോഡ്ജുകളില്ല. അപ്പൊ ഇന്നേക്കൊരു 10-60 വർഷം മുമ്പാണല്ലോ ഞാൻ ഈ പറഞ്ഞ കഥ നടക്കണം. അപ്പോ അദ്ദേഹം അങ്ങനെ ഗുരുവായൂർക്ക് ട്രെയിനിന് പോരുകയാണ്. തൃശ്ശൂര് വന്നു. തൃശ്ശൂർ എത്തുമ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന് ശരീരത്തിന്റെ ക്ഷീണം ഭയങ്കരമാണ്, ഒരുപാട് വയ്യായും വേദനയൊക്കെ ഉണ്ട്. ഗുരുവായൂരെത്തി. ഒരു അന്നത്തെ ഒരു ലോഡ്ജിൽ റൂം എടുത്തു. നമ്മുടെ രുദ്രകൃതത്തിൽ കുളിച്ചു. ഭഗവാനെ വന്ന് തൊഴുതു. കണ്ട ഉടനെ പൊട്ടിക്കരഞ്ഞു. അന്നത്തെ കാലത്തൊന്നും ഇത്ര തിരക്കൊന്നുമില്ല, ഇഷ്ടമാതിരി നിന്ന് കരഞ്ഞു തൊഴാം. കുറേ കരഞ്ഞു. ഇങ്ങനൊരു വിധി എനിക്ക് തന്നല്ലോ. എൻ്റെ അമ്മയും അച്ഛനും എന്തൊക്കെ പ്രതീക്ഷകളായിട്ടിരുന്നാണ്, എൻ്റെ പെങ്ങന്മാര് എൻ്റെ താഴെ, അവർക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ്. പക്ഷെ എന്തായാലും ഞാൻ നാളെ ഉദയത്തിന് മുമ്പ് ഞാൻ എൻ്റെ ജീവൻ എടുക്കും, ജീവിതം അവസാനിപ്പിക്കും, ഞാൻ ഇവിടെ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ ലോഡ്ജിൽ ചെന്നിട്ട് ഫാനിന്റെ ഉറപ്പൊക്കെ നോക്കി തൂങ്ങി മരിക്കാൻ. പക്ഷെ ഒരു ധൈര്യം വരുന്നില്ല. രാത്രി ശീവേലി സമയമായി. വീണ്ടും അമ്പലത്തിൽ പോകണം തോന്നി. അമ്പലത്തിൽ പോയി. വീണ്ടും കുറേ നേരം നിന്നു, കരഞ്ഞു. ഭഗവാൻ ആനപ്പുറത്ത് രാജാവായിട്ട് ഇങ്ങനെ എഴുന്നള്ളുമ്പോൾ കണ്ടിട്ട് പല ദിക്കുകളിൽ നമസ്കരിച്ചു. ശിവേലിയുടെ ഒപ്പം പോയി. തിരിച്ച് മുറിയിലെത്തി. ഒന്നും കഴിച്ചിട്ടില്ല. വീണ്ടും മരിക്കണം ചിന്ത കൂടി. ഫാൻ വീണ്ടും ലുങ്കിയോ എന്തോ കെട്ടാനൊക്കെ നോക്കി. എനിക്കത് പൂർണ്ണമായിട്ട് ഓർമ്മയില്ലെന്ന് അദ്ദേഹം എന്താ പറഞ്ഞത്. പക്ഷെ മരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ പൊട്ടി കരഞ്ഞിട്ട് അദ്ദേഹം കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി എന്നാ പറഞ്ഞു. 2 മണിയായപ്പോൾ ആരോ തല്ലി എണീപ്പിച്ച പോലെ അദ്ദേഹം എണീച്ചു.
എണീച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുകയാണ് അമ്പലത്തിൽ പോകണം. അങ്ങനെ അദ്ദേഹം ഓടിപ്പോയി പത്മതീർത്ഥത്തിൽ കുളിച്ചിട്ട് രുദ്രതീർത്ഥത്തിൽ കുളിച്ച് നിർമ്മാല്യത്തിന് തൊഴാൻ വേണ്ടി പോയി നിന്നു. ഒന്നും അറിയാത്തവനെ പോലെ ഗുരുവായൂരപ്പൻ, ഒരിക്കലും ഉറങ്ങാത്ത ഗുരുവായൂരപ്പൻ ഉറങ്ങി എണീച്ച് വരുന്ന ഒരു വിചിത്ര സംഭവമാണല്ലോ ഈ നിർമ്മാല്യം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് മരിക്കാൻ പോയവനല്ലേ നീയേ, എന്നിട്ട് എന്താ രാവിലെ എന്നെ കാണാൻ വന്നിരിക്കണം എന്നൊരു പുച്ഛച്ചിരി ചിരിക്കണമായിരിക്കണം അത്ര തോന്നിയത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി. ഇദ്ദേഹം വളരെ കാലങ്ങളായിട്ട് വിഷ്ണു സഹസ്രനാമം കുട്ടിക്കാലം തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ കാലത്തൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നല്ലത് പഠിപ്പിച്ചു കൊടുക്കില്ല. അപ്പൊ വിഷ്ണു സഹസ്രനാമം കാണാതറിയാം അദ്ദേഹം. മനസ്സിൽ തോന്നുന്നു വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം വെക്കണം. എന്റെ ഗുരുവായൂരപ്പ, അദ്ദേഹം പുറത്ത് കടന്നിട്ട് കൊടിമരത്തിന്റെ അവിടെ വന്നിട്ട്, ഞാനിതാ ഭഗവാനെ, ഞാൻ തളർന്നു വീണോട്ടെ, ഞാൻ 108 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ചൊല്ലി, അതായത് 108 പ്രാവശ്യം നിന്നെ ഞാൻ പ്രദക്ഷിണം വെക്കും, വിഷ്ണു സഹസ്രനാമം ആവുന്നത്ര ചൊല്ലിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട്, വിഷ്ണു സഹസ്രനാമം 108 പ്രാവശ്യം തന്നെ 108 പ്രദക്ഷിണം വെക്കും എന്ന് പറഞ്ഞുകൊണ്ടത്ര അദ്ദേഹം ചൊല്ലിട്ട് നടക്കാൻ തുടങ്ങി. അദ്ദേഹം ആ നേരത്ത് തുടങ്ങിയിട്ട് ഏകദേശം ഉച്ചപൂജയ്ക്ക് മുൻപ് അദ്ദേഹം 108 പ്രാവശ്യം സഹസ്രനാമം ചൊല്ലി അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. 108 പ്രദക്ഷിണമൊക്കെ കടന്നുപോയി. അദ്ദേഹത്തിന്റെ കാലുകൾ എന്തായെന്ന് എനിക്കറിയില്ല. പ്രദക്ഷിണം ചെയ്യണവൻ പ്രദക്ഷിണമായിട്ട് മാറി. 108 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് 108 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് വിഷ്ണു സഹസ്രനാമം ചെല്ലാന്ന് പറഞ്ഞ ആള് 108 പ്രാവശ്യം സഹസ്രനാമം ചൊല്ലി പ്രദക്ഷിണം വെച്ചു എന്നാ പറയുന്നത്. അതിന്റെ അവസാനത്തിൽ അദ്ദേഹം വന്നു നിന്നിട്ട് ഗുരുവായൂരപ്പനെ ഒന്ന് നോക്കിയപ്പോ അദ്ദേഹത്തിന് ഭഗവാനും താനും ഒരു വലിയ പ്രകാശത്തിന്റെ വലയത്തിൽ കിടക്കണമാതിരി ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അകത്തേക്ക് കയറി ചെന്ന് തൊഴുതു. അന്ന് അങ്ങനെയാണ് തൊഴാൻ പറ്റും. ഉച്ചപൂജയുടെ അലങ്കാരമാണ്. കയ്യിൽ അമൃതകലശമായിട്ട് നിൽക്കുന്ന ധന്വന്തിരിയാണ് അത്ര അലങ്കരിച്ചത്. ആ രൂപം കണ്ട് മനസ്സിൽ എന്തോ ഒരു ധൈര്യം തോന്നി. മരണം വേണ്ടാന്ന് ഉപേക്ഷിച്ചിട്ട് അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം ബോംബെക്ക് തിരിച്ചു പോയി. പിറ്റേ ദിവസം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ട് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പെർഫെക്റ്റ്ലി നോർമലായിരുന്നു എന്നാ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുട്ടി നോക്കൂ, എനിക്കിപ്പോൾ 85 വയസ്സിന്റെ അടുത്തായി, എനിക്ക് ഇന്നേ വരെ ഒരു അസുഖം എന്ന് പറയാൻ ഭഗവാൻ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ മക്കളൊക്കെ മുതിർന്നു, ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് മക്കളായി, മക്കളൊക്കെ മുതിർന്നു, അവരൊക്കെ അമേരിക്കയിൽ അവിടെ എവിടെയാണ്. ഞാൻ പക്ഷെ അവരുടെ കൂടെ പോയിരിക്കാറില്ല. ഭാര്യ പോകാറുണ്ട്. കാരണം ഞാൻ അവരുടെ കൂടെ പോയാൽ എനിക്ക് എല്ലാ മാസവും ഗുരുവായൂരപ്പനെ 3-4 ദിവസം വന്ന് തൊഴാൻ പറ്റില്ല. പിന്നെ വൈശാഖ മാസം ആയാൽ ഞാൻ വൈശാഖത്തിൽ 1 മാസക്കാലം ഞാൻ കഴിയുന്നതും ഇവിടെ തന്നെ ഉണ്ടാവും. കുറഞ്ഞത് ഞാൻ ഒരാഴ്ചയെങ്കിലും ഉണ്ടാവും. ഇത്തവണ എനിക്ക് ഒരാഴ്ച വരാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഈ വൈശാഖത്തിൽ ആ ഗുരുവായൂരപ്പൻ എനിക്ക് 2ാം ജന്മം തന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വൈശാഖ മഹാത്മ്യം ഗുരുവായൂരപ്പൻ. ഞാനിത് കണ്ട് അനുഭവിച്ച ആ വ്യക്തി, അദ്ദേഹം ഇന്നും ഞാനുമായിട്ട് ടച്ചിലുണ്ട്. അതെൻ്റെ ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. ചിലപ്പോൾ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടാവാം. എന്നാലും ഗുരുവായൂരപ്പ, ഇത്തരം മഹത്തുക്കളുടെ കഥകൾ നമുക്ക് അറിയാൻ ഇടവരുത്തുന്നത് അച്ചടിച്ചു വെച്ച പുസ്തകങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അല്ലാതെ നേരെ അനുഭവത്തിൽ കൂടെ നമുക്കിത് കിട്ടുന്നത് അങ്ങയുടെ ഒരാളുടെ കരുണ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂരപ്പൻ തന്റെ പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരെ കാണാൻ കണ്ണിലെണ്ണ ഒഴിച്ചിരിക്കുന്ന മാസമാണ് വൈശാഖം. ഭഗവാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വൈശാഖത്തിൽ ഭഗവാനെ ആരാധിക്കുക. ഗുരുവായൂർ പോകാൻ സാധിക്കുമെങ്കിൽ ഗുരുവായൂർ പോവുക. ഗുരുവായൂർ പോകാൻ നമുക്ക് ഇപ്പം പറ്റില്ല. അപ്പം അതുകൊണ്ട് ഭഗവാനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാം.